Friends, welcome to Commerce Bites. I hope you people are doing well. ഈ ഒരു മാരത്തൺ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നല്ല റെസ്പോൺസാണ് മാരത്തൺ സീരീസിൽ എനിക്ക് കിട്ടുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. ജസ്റ്റ് ഒരു വീഡിയോ മാത്രം മാരത്തൺ സീരീസിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇതിനു മുന്നേ 110 വീഡിയോസ് അപ്ലോഡഡ് ആയിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതോടൊപ്പം തന്നെ ഹെൽപ്ഫുള്ളാണ് എന്ന് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണടച്ച് ആ വീഡിയോസ് കാണാം. നിങ്ങൾക്ക് ഒരിക്കലും സമയം വേസ്റ്റ് ആവില്ല. ഓക്കെ, ആൻഡ് ഇനി തുടങ്ങി മോട്ടിവേഷൻ വീഡിയോസ് ഇട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്ക് അറിയാം. ബിക്കോസ് ഇനി നമ്മൾക്ക് കൈവിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് മോട്ടിവേഷൻ ഉണ്ടാക്കേണ്ടത്, റൈറ്റ്? സോ നിങ്ങൾ തന്നെ സ്വയം മോട്ടിവേറ്റഡ് ചെയ്യിക്കുക, സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. എന്നാൽ മാത്രമേ നമ്മൾക്ക് 2 months കഴിഞ്ഞ് ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് നമുക്ക് റിഗ്രറ്റ് എന്ന ആ ഒരു ഫീലിങ്സ് ഇല്ലാതിരിക്കുള്ളൂ. ഓക്കെ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ഒരു സാറ്റിസ്ഫാക്ടറി ലെവലായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ആർ സെഷൻ മാരത്തോൺ സീരീസ് Tuesday Marathon Series number 1. ഓക്കെ, സോ മാരത്തൺ സീരീസ് പറയുന്ന പോലെ തന്നെ നമ്മളൊരു 15 to 20 അല്ലെങ്കിൽ 25 പോയിൻറ്റ്സ് ആയിരിക്കും നമ്മൾ ഒരു മാരത്തോൺ സീരീസിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ബ്ലൂംസ് ടാക്സോണമി. ലെവൽസ് ഓഫ് ലേണിങ്ങിൽ ഫസ്റ്റ് വരുന്ന ഒരു ടാക്സോണമിയാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. അത് ആ പേര് പറയുന്ന പോലെ തന്നെ ഡോക്ടർ ബെഞ്ചമിൻ ബ്ലൂമാണ് ആ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്ത് ആ ഒരു ബ്ലൂംസ് ടാക്സോണമി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻ ദ ഇയർ 1956 ഈ 3 പോയിൻറ്റും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബ്ലൂംസ് ടാക്സോണമി, ഡോക്ടർ ബെഞ്ചമിൻ ബ്ലൂം, ഇൻ ദ ഇയർ 1956. സോ ഒറ്റ ഒരു പോയിൻറ്റിൽ നമ്മൾ 3 പോയിൻറ്റ്സ് കവർ ചെയ്തു. ആൻഡ് ഈ ഒരു ബ്ലൂംസ് ടാക്സോണമി ഫോക്കസ് ചെയ്തിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലേക്കാണ് അവർ ഫോക്കസ് ചെയ്തത്. എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാം, നോട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാം എന്നല്ല, നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, ആൻഡ് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യാം. അണ്ടർസ്റ്റാൻഡിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇങ്ങനെ 5 കീ ഏരിയസിലാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി, നമ്മൾ ഈ ഒരു ബ്ലൂംസ് ടാക്സോണമീനെ മറ്റൊരു പേരിലും അറിയപ്പെടും, അതായത് KSA. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവണേ. എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ പെൻ വെച്ചോ സ്കെച്ച് പെൻ വെച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിക്കാൻ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ബ്ലൂംസ് ടാക്സോണമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബബബ അടിക്കുന്നതിലും ഭേദം ഇതുപോലെയുള്ള കുറച്ച് കീവേഡ്സ് നമ്മളെ മൈൻഡിൽ നിൽക്കുന്നതാണ്, റൈറ്റ്? സോ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ KSA എന്നൊരു പേര് കൂടിയുണ്ട്. കാരണം ഈ ഒരു KSA പറയാനുള്ള റീസൺ ഞാൻ തൊട്ട് താഴെ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. അതായത് ബ്ലൂംസ് ടാക്സോണമിക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ 3 ഡൊമെയിൻസ് ഓഫ് ലേണിംഗ് ആണ് ഉള്ളത്. കോഗ്നേറ്റീവ് ഡൊമെയിൻ, സൈക്കോമോട്ടർ ഡൊമെയിൻ, എഫക്റ്റീവ് ഡൊമെയിൻ. കോഗ്നേറ്റീവ് ഡൊമെയിൻ ഫോക്കസ് ചെയ്യുന്നതാണ് നോളജ്, K for knowledge. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് KSA എന്നുള്ളത്. And the second one is psychomotor domain, which focus on skills. And the third one is affective domain, which focus on attitude. ഇപ്പം നിങ്ങൾക്കൊരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ബ്ലൂംസ് ടാക്സോണമീനെ KSA എന്ന് വിളിക്കുന്നതെന്ന്. K for knowledge, S for skills, A for attitude. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമിയിൽ 3 ഡൊമെയിൻസാണ് ഉള്ളത്. കോഗ്നേറ്റീവ് ഡൊമെയിൻ, സൈക്കോമോട്ടർ ഡൊമെയിൻ, എഫക്റ്റീവ് ഡൊമെയിൻ. ഞാനിതിന് മുന്നത്തെ ക്ലാസ്സിൽ ഈ ബ്ലൂംസ് ടാക്സോണമി എടുത്തിട്ടുള്ളതാണ്. എന്നിരുന്നാൽ കൂടി ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ടോപ്പിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന കീവേഡ്സ് എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ സ്റ്റുഡൻസിനെ എങ്ങനെയെങ്കിലും എനിക്ക് കേരള സെറ്റിൽ ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 100% ഞാൻ ഇടുന്നു. സോ ഇനിയുള്ള ബാക്കിയുള്ള 100% ഇടേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് മൈ പോയിൻറ്റ്, റൈറ്റ്? സോ കോഗ്നേറ്റീവ് ഡൊമെയിനിൽ വരുന്നത് 6 കാറ്റഗറീസാണ്, അതായത് 6 സബ് കാറ്റഗറീസാണ് വരുന്നത്. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. നിങ്ങൾക്ക് ഈ പറഞ്ഞ 6 സബ് കാറ്റഗറീസിൻ്റെ പേര് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഫോർ ഷുവർ. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം,
ഉള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ റിസ്ക് എടുക്കണ്ട. ഈ 6 സബ് കാറ്റഗറീസും നോട്ട് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കോഗ്നിറ്റീവ് ഡൊമെയിൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, knowledge comprehension and application involves in the lower level thinking skills, and the other 3, analysis, synthesis and evaluation, involves in the higher order thinking skill. Okay, and the next domain is affective domain. Affective domain ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, and which was proposed by Krathwohl, and it concerned with feelings and emotions which can be arranged as receiving, responding, valuing, organization and categorization. ഞാൻ അതിനൊരു നിമോണിക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, R²VOC എന്നുള്ളത്. റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. And the last domain is psychomotor domain. It is also known as kinesthetic domain. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ടീച്ചിങ് മോഡൽസ് ആണ്. ടോട്ടലായിട്ട് ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത് 4 മോഡൽസ് ആണ് നമുക്കുള്ളത്. സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽസ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, പേഴ്സണൽ ബേസിസ് മോഡൽസ് ആൻഡ് ബിഹേവിയർ ഓൾട്ടറിങ് മോഡൽ. ഇങ്ങനെ 4 മോഡൽസാണ് നമുക്കുള്ളത്. ആ ഓരോ മോഡൽസിലും വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ഓൺ ചെയ്യാം. സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽസിൽ വരുന്നതാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ, which was done by John Dewey and Herman Telem. And the next one is social enquiry model, which was done by Benjamin Cox and Bryan. And the next model is behavior altering model. ഇതിൽ അത്യാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ അധികം ടോപ്പിക്സ് ഉണ്ട്. അതായത് മാസ്റ്ററി ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബെഞ്ചമിൻ ബ്ലൂം എന്നുള്ളത്. ആൻഡ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, ദാറ്റ് വാസ് ബൈ ടോം ഗുഡ്, ജെറി പ്രോഫി. Next one is simulation, which was done by Carl Smith and Mary Smith. The next one is social learning by Albert Bandura. അത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് the last one is programmed schedule by B.F. Skinner. programmed schedule എന്ന് പറയുന്നത് ടാസ്ക് പെർഫോമൻസ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് വാസ് ഡൺ ബൈ B.F. Skinner. ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ചത് തന്നെ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുന്നു, അത്രേ ചെയ്യണുള്ളൂ. Next type of model is information processing model, and which was the models are inductive thinking by Hilda Taba, concept attainment model നമ്മൾ ഇന്നലെ നോക്കിയ ടോപ്പിക്കാണ് ജെറോം ബെർണറിൻ്റെ. and the next one is advanced organizer by David Ausubel. The next one will be enquiry training by Richard Suchman. That's it. Moving to the next model, that is personal biases model. It includes non-directive model, which was done by Carl Rogers, enhancing self-esteem by Abraham Maslow, and creative model by William Gordon. ഇപ്പം ഞാൻ കുറച്ചധികം മോഡൽസിനെ പറ്റിയും അത് പ്രപ്പോസ് ചെയ്ത ആ ഒരു ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പേരുകളും അതിൻ്റേതായ ഫേമസ് പേഴ്സണാലിറ്റീനെയും ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, so moving to the next topic we are going to look as learning disorders. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ഫ്യൂച്ചർ ടീച്ചറായി കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിലിരിക്കുന്ന 50 സ്റ്റുഡൻസിൽ മേ ബി 1 or 2 സ്റ്റുഡൻസിന് ഈ ഒരു ലേണിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. സോ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാനായിട്ട്. സോ എ ലേണിംഗ് ഡിസോർഡർ ഈസ് എ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് പ്രോബ്ലം ദാറ്റ് പ്രിവെൻറ്റ്സ് എ പേഴ്സൺ ഫ്രം ലേണിംഗ് എ സ്കിൽ ഓർ യൂസിങ് ഇറ്റ് എഫക്റ്റീവ്ലി. അതായത് ഒരു കാര്യം ആ കുട്ടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ അത് സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ലേണിംഗ് ഡിസോർഡേഴ്സിൽ തന്നെ കുറേ അധികം സബ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു 95% ചാൻസും കാണുന്നുണ്ട്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് സം ഓഫ് ദ ടേംസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഡൈസ്കാൽക്കുലിയ. ആ ഒരു വേർഡിൽ തന്നെയുണ്ട് കാൽക്കുലിയ. അതായത് ദ സ്റ്റുഡൻസ് സഫറിങ് ഫ്രം ദ ഡിസോർഡർ ഹാവ് ദ ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് മാത്തമാറ്റിക്സ് ആൻഡ് നമ്പേഴ്സ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആൻഡ് സയൻസ്. അതായത് കാൽക്കുലേഷൻ സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ ആ ഒരു പെർട്ടിക്കുലർ കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, അവിടെയാണ് ആ കുട്ടിക്ക് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസോർഡറാണ് ഡൈസ്കാൽക്കുലിയ എന്നുള്ളത്. ദ നെക്സ്റ്റ് വൺ ഇസ് ഡൈസ്ഗ്രാഫിയ. ഗ്രാഫിയ, GRAPHIA.
PHIA. ഗ്രാഫ് എന്നുള്ള ആ ഒരു പോയിൻ്റ്, ആ ഒരു കീവേഡ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇറ്റ് റിലേറ്റ്സ് ടു ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ലീഡ്സ് ടു പുവർ ഹാൻഡ് റൈറ്റിംഗ്, ഇൻകൺസിസ്റ്റൻറ്റ് സ്പേസിങ്, റോങ് സ്പെല്ലിംഗ്. അതായത് സ്പെല്ലിംഗ് ചിലപ്പം മിസ്റ്റേക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്പേസ് ഇടുന്നതിന് തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവാം. അതായത് ചിലപ്പോൾ ഒരു ഒറ്റ വേർഡായിരിക്കാം, പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ഗ്യാപ്പിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, നമ്മൾ ഓരോ വേർഡ് കഴിയുമ്പോഴാണല്ലോ സ്പേസ് ഇട്ട് പോകുന്നത്. ഓക്കെ, and the next problem is dyslexia. It is related to the problem in reading, like in recognizing and understanding the letters and words. Low fluency കുറവായിരിക്കും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും കുറച്ചധികം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനെയാണ് ഡൈസ്ലെക്സിയ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദീസ് ത്രീസ് ആർ ഓൾ ക്ലിയർ. ആദ്യം ഡിസ്കസ് ചെയ്തത് ഡൈസ്കാൽക്കുലിയ, the next one is dysgraphia, and the last one we have discussed is dyslexia. Okay, and the next problem is on dysphaxia, and it relates to the problem in understanding a spoken language. അതായത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ലാംഗ്വേജ് ആ കുട്ടിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന ആ ഒരു കേസാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഫാസിയ എന്നും ആ ഒരു പെർട്ടിക്കുലർ ടേമിനെ നമ്മൾ വിളിക്കും. ഓക്കെ, പിന്നെ ആസ് എ ഫ്യൂച്ചർ ടീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസുകളാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാണ് അണ്ടർ അച്ചീവ്മെൻറ്റ്. അതായത് ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ എ ചൈൽഡ്സ് സ്കൂൾ പെർഫോമൻസ് ആൻഡ് ദ സം ഇൻഡെക്സ് ഓഫ് ദ ചിൽഡ്രൻസ് എബിലിറ്റി. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിനെ നമ്മളെടുത്ത് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ആ ഒരു കുട്ടി അണ്ടർ അച്ചീവ്ഡ് ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് മറ്റൊരു കുട്ടിയെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ പെർഫോമൻസ്, അതായത് പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ആ കുട്ടി കുറച്ച് പുറകോട്ടാണ്. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിനെയാണ് അണ്ടർ അച്ചീവ്ഡ് സ്റ്റുഡൻറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്, അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ മാറ്റി നിർത്തണം എന്നല്ല ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കുട്ടിക്ക് എന്താണ് നമുക്ക് ആസ് എ ടീച്ചർ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട്, ഏത് രീതിയിൽ ആ കുട്ടിയെ പൊക്കിക്കൊണ്ട് വരണം എന്നുള്ള കുറച്ച് സ്റ്റെപ്പുകൾ, അതിനുള്ള സ്ട്രാറ്റജീസ്, അതിനുള്ള റെമഡീസ് നമ്മൾ എടുക്കണം ആസ് എ ടീച്ചർ. ഓക്കെ, സോ ഇതാണ് അണ്ടർ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞ ടേം. If a student is not working in their ability in school, they are called underachieved. So I hope you people got what is the term meant by underachievement. And moving to the next one is, now we are going to discuss on 5 types of aids. ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ റേഡിയോ, റെക്കോർഡിംഗ്, ഓഡിയോ പ്ലെയേഴ്സ്, ടെലിഫോൺ, അതായത് ഓഡിയോസ് മാത്രം, സൗണ്ട് മാത്രം കേൾക്കുന്ന എയ്ഡ്സ് ആണ് ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓഡിയോ എയ്ഡ്സ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ വൺ ഇൻ ഓഡിയോ എയ്ഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം ഏതൊക്കെയാണ് ഓഡിയോ എയ്ഡ്സ്, ഏതൊക്കെയാണ് വിഷ്വൽ എയ്ഡ്സ് എന്നുള്ളതിൻ്റെ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ പറഞ്ഞ പോലെ ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുന്നത് റേഡിയോ, റെക്കോർഡിംഗ്, ഓഡിയോ പ്ലെയേഴ്സ്, ടെലിഫോൺ, മൊബൈൽ, ഓഡിയോ CD, ഇതെല്ലാമാണ് ഓഡിയോ എയ്ഡ്സ്. ദ നെക്സ്റ്റ് വൺ ഇസ് വിഷ്വൽ എയ്ഡ്സ്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് സ്ലൈഡ്സ്, ചാർട്ട്സ്, ഫ്ലാഷ് കാർഡ്സ്, പോസ്റ്റേഴ്സ് ആൻഡ് പിക്ചേഴ്സ്, ഗ്രാഫ്, അങ്ങനെയുള്ള മാപ്പ്, മൈൻഡ് മാപ്സ്, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് വിഷ്വൽ എയ്ഡ്സിൽ വരുന്നത്. The next one is 3-dimensional aids, which includes models, puppets, globe, specimen, samples. ഇതെല്ലാമാണ് 3-dimensional aidsൽ വരുന്നത്. The next 4th aid is audio visual aids. ഇതിൻ്റെ ഉള്ളിൽ ഓഡിയോ ഉണ്ടാവും, അതുപോലെ വീഡിയോ ഉണ്ടാവും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തരാൻ പറ്റിയത് ടെലിവിഷൻ, അല്ലെങ്കിൽ ഓൺലൈൻ വീഡിയോസ്, ഡോക്യുമെൻ്ററി, ഫിലിം സ്ട്രിപ്പ്, കാർട്ടൂൺ, പപ്പറ്റ്സ്, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആവുന്ന കുറച്ച് വിഷ്വൽ ഓഡിയോ എയ്ഡ്സ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ആക്ടിവിറ്റി എയ്ഡ്സ്, വിച്ച് ഇൻക്ലൂഡ്സ് ഫീൽഡ് ട്രിപ്സ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഫീൽഡ് ട്രിപ്സ് പോകുന്നതും അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റേഷൻ, ഓരോ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നതെല്ലാം ആക്ടിവിറ്റി എയ്ഡ്സ് ആണ്. സോ ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് ഓൾ ദ പോയിൻറ്റ്സ് വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ് റൈറ്റ് നൗ. So I hope you people are happy and work hard and study well. That's all for now. Thank you.